1914 ആദ്യമായി കടലിന് മുകളിൽ റെയിൽവേ കൊണ്ടുവന്ന ഇന്ത്യ 110 വർഷങ്ങൾക്ക് ശേഷം അതേ സ്ഥലത്ത് വീണ്ടും മറ്റൊരു എഞ്ചിനീയറിംഗ് മാർവൽ സൃഷ്ടിച്ചു. ഒരു ട്രെയിൻ കടന്നു പോകുന്ന കടൽപ്പാലം. കപ്പൽ വരുമ്പോൾ അതേ പാലം മുകളിലേക്ക് ഉയർന്ന് കപ്പലിന് കടന്നു പോകാൻ വഴിയൊരുക്കുന്നു. ഇതൊരു സിനിമയിലെ കാഴ്ചയല്ല. ഇതാണ് പുതിയ ഇന്ത്യയുടെ പുതിയ പാമ്പൻ പാലം. തമിഴ്നാട്ടിലെ രാമേശ്വരം ഐലൻഡിനെ ഇന്ത്യയുടെ മെയിൻലാൻഡുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. ഇത് പാക് സ്റ്റേറ്റിന് മുകളിലൂടെ നിർമ്മിച്ച ഏകദേശം 2.07 കിലോമീറ്റർ നീളമുള്ള പാലമാണ്. അതായത് കടലിന് മുകളിലൂടെയുള്ള മനോഹരമായ ഒരു റെയിൽവേ ലൈൻ. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപാലമായ പുതിയ പാമ്പൻ പാലം 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഈ എഞ്ചിനീയറിംഗ് വിസ്മയത്തിന് ഏകദേശം 535 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. രാമേശ്വരം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അതിനാൽ ഈ ബ്രിഡ്ജ് ഒരു എഞ്ചിനീയറിംഗ് പ്രൊജക്ട് മാത്രമല്ല, കണക്ടിവിറ്റി, പിൽഗ്രിമേജ്, ടൂറിസം, ലോക്കൽ ഇക്കോണമി എന്നിവയ്ക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കഥ ഇന്ന് തുടങ്ങിയതല്ല. വർഷം 1914 ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച പഴയ പാമ്പൻ പാലം രാമേശ്വരത്തെ ഇന്ത്യയുടെ മെയിൻലാൻഡുമായി ബന്ധിപ്പിച്ചു. 110 വർഷത്തോളം ഈ പാലം ദ്വീപിന്റെ ലൈഫ് ലൈൻ ആയിരുന്നു. പക്ഷേ കടലിലെ ഉപ്പുകാറ്റ്, ശക്തമായ കാറ്റുകൾ, സൈക്ലോൺസ് കാലം കടന്നുപോയപ്പോൾ പഴയ പാലത്തിന് പകരം ഒരു പുതിയ, കൂടുതൽ ശക്തമായ ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുള്ള പാലം ആവശ്യമായി വന്നു. 2019 നവംബറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ പാലമായ പുതിയ പാമ്പൻ കടൽപ്പാലത്തിന് തറക്കല്ലിട്ടത്. ഇവിടെയാണ് പുതിയ പാമ്പൻ പാലത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം. പാലത്തിന്റെ മധ്യഭാഗത്തുള്ള ഉയർത്താൻ കഴിയുന്ന ഭാഗത്തിന്റെ അഥവാ സെൻട്രൽ ലിഫ്റ്റ് സ്പാനിന്റെ നീളം 72.5 മീറ്റർ ആണ്. ഒരു വലിയ കപ്പൽ വരുമ്പോൾ ഈ ഭാഗം 17 മുതൽ 22 മീറ്റർ വരെ മുകളിലേക്ക് ഉയർത്താൻ സാധിക്കും. കപ്പൽ കടന്നുപോയ ശേഷം സ്പാൻ വീണ്ടും താഴേക്ക് വരും. റെയിൽവേ ലൈൻ വീണ്ടും പഴയതുപോലെയാകും. പക്ഷേ കടലിന് മുകളിൽ ഒരു റെയിൽവേ ബ്രിഡ്ജ് പണിയുന്നത് അത്ര എളുപ്പമല്ല. പാലത്തിന്റെ അടിത്തറ സുരക്ഷിതമാക്കാൻ കടലിൽ ആകെ 333 പൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1400 ടണ്ണിലധികം ഫാബ്രിക്കേഷൻ ജോലികൾ. കടലിൽ ട്രാക്ക്, ഇലക്ട്രിഫിക്കേഷൻ, ലിഫ്റ്റ് സ്പാൻ ഇൻസ്റ്റോളേഷൻ എല്ലാം ഈ പാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ആണ്. കൂടാതെ പാലത്തിന്റെ നിർമ്മാണ വേളയിൽ ആളപായമോ പരിക്കുകളോ ഇല്ലാതെ സുരക്ഷിതമായി പണി പൂർത്തിയാക്കാൻ സാധിച്ചു. കടലിലെ ഉപ്പുവെള്ളം സ്റ്റീലിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അതിനാൽ ബ്രിഡ്ജിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്, ഫുള്ളി വെൽഡഡ് ജോയിന്റ്സ്, ഹൈ പെർഫോമൻസ് പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ്സ് എന്നിവ ഉപയോഗിച്ചു. പുതിയ പാലം പഴയതിനേക്കാൾ ഏകദേശം 3 മീറ്റർ ഉയരത്തിലാണ്. അതുവഴി മാരിടൈം ക്ലിയറൻസ് കൂടുതൽ മെച്ചപ്പെടുന്നു. പാലത്തിന്റെ അടിത്തറ, ഫൗണ്ടേഷൻ 2 റെയിൽവേ പാളങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും നിലവിൽ ഒരു പാളത്തിന്റെ പണിയാണ് പൂർത്തിയായിട്ടുള്ളത്. പാമ്പൻ പാലം ഒരു റെയിൽവേ സ്ട്രക്ചർ മാത്രമല്ല, രാമേശ്വരത്തേക്കുള്ള പിൽഗ്രിമേജ്, തീർത്ഥാടനം കൂടുതൽ സുഗമമാക്കുന്നു. ടൂറിസത്തിനും ലോക്കൽ ഇക്കോണമിക് ആക്ടിവിറ്റികൾക്കും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നു. അതേസമയം റെയിൽവേയും മാരിടൈം ട്രാഫിക്കും ഒരേ കോറിഡോറിൽ കോഎക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ കൂടിയാണ് പുതിയ പാമ്പൻ പാലം. 1914 ഒരു എഞ്ചിനീയറിംഗ് മാർവൽ ആയിരുന്ന പാമ്പൻ 2025 മറ്റൊരു എഞ്ചിനീയറിംഗ് റെവല്യൂഷനായി മാറി. 1 നൂറ്റാണ്ട് മുമ്പ് കടലിന് മുകളിൽ റെയിൽവേ കൊണ്ടുവന്നത് ഇന്ത്യയുടെ ഒരു വലിയ എഞ്ചിനീയറിംഗ് അച്ചീവ്മെന്റ് ആയിരുന്നു. ഇന്ന് അതേ കടലിന് മുകളിൽ ട്രെയിനും കപ്പലും ഒരുമിച്ച് സഞ്ചരിക്കാൻ വഴിയൊരുക്കുകയാണ് ഇന്ത്യ.
ഇതാണ് പുതിയ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് റവല്യൂഷൻ. ഇംപോസിബിൾ ടെറൈൻ ആയാലും ഇംപോസിബിൾ സീ ആയാലും ഇന്ത്യ ഒരു വഴി കണ്ടെത്തിയിരിക്കും. ഇന്ത്യ വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് എ വേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ ഡോക്യുമെന്ററിയുമായി വീണ്ടും കാണാം.